blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡ് പലർ ചേർന്നാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ആദ്യമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വയനാട്ടിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, കുടുംബത്തിൽ വലിയ ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് മദ്യപാനത്തിൽ നിന്നും സമ്പൂർണമായ മോചനം അങ്ങ് നൽകണമേ. എല്ലാ അന്യായമായ ബന്ധങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നവോദയ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ഫാദർ ആൻഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടുത്ത സ്പോൺസർക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അയർലൻഡിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ഈ അവസ്ഥയിൽ ദൈവമേ ഒരു അത്ഭുതം ചെയ്ത് എത്രയും വേഗം കർത്താവെ അവർക്ക് പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. ഒരു സ്വന്തം ഭവനം അയർലൻഡിൽ കർത്താവ് നൽകണമേ. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടുത്ത സ്പോൺസർക്കായി എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് നിങ്ങൾ നവി മുംബൈയിൽ നിന്നുള്ള ശശിധരനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകൾ ശ്രീദേവിക്ക് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. എത്രയും വേഗം ആ ദാമ്പത്യ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, പൈതങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ രാധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. സകല രോഗങ്ങളിൽ നിന്നുമുള്ള സൗഖ്യം അങ്ങ് നൽകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതോട് ചേർന്ന് കർത്താവെ, തിരുവനന്തപുരത്തു നിന്നുള്ള ഷാൻഡ്രയ്ക്കും സാൻഡ്രയ്ക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാൻഡ്രയെ എല്ലാ അലർജിയിൽ നിന്നും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തുള്ള ആ പ്രോപ്പർട്ടിയുടെ സെയില് പൂർണ്ണമാകാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ കർത്താവെ, തിരുവല്ലയിൽ നിന്നുള്ള ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനവും സ്വന്തം വാഹനവും നൽകി കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ കർത്താവെ, ബോംബെയിൽ നിന്നുള്ള PS സാമുവലിനും മറിയാമ്മ സാമുവലിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ജനുവരി 23-നാണല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി, ആ നട്ടലിൻ്റെ പ്രയാസങ്ങൾ പൂർണ്ണമായും സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. സാമുവലിന് കർത്താവെ നല്ല ബിസിനസ് ലഭിക്കേണ്ടതിനായി ഞങ്ങളിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാമുവൽ ആൻഡ് മറിയാമ്മ. ഇൻ അഡ്വാൻസ് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കറുകച്ചാൽ ജനുവരി 23 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീനികേതൻ ഓഡിറ്റോറിയം, മണിമല റോഡ്, കറുകച്ചാൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ജനുവരി 24 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. Chapter 12. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം Verses 1 and 2. അതിന്റെ 1-2 വചനങ്ങൾ. Let us throw off everything that hinders and the sin that so easily entangles, and let us
run with perseverance the race marked out for us. 12-ന്റെ 1-ാമത്തെ വചനം, അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സംഘം നമ്മെ ചുറ്റി നിൽക്കുന്നതിനാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരോത്സാഹത്തോടെ ഓടാം. Tell your neighbor you have to run very fast in 2015. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കൈയൊന്നു കൊടുത്തേ, എന്നിട്ട് കുലുക്കിയിട്ട് പറയുക, 2015-ൽ നിങ്ങൾ വേഗതയോടെ ഓടണം. Verse number 2 says, fixing our eyes on Jesus, the pioneer and perfecter of faith, for the joy set before him he endured the cross, scorning its shame, and sat down at the right hand of the throne of God. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. അവിടുന്ന് തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. Hallelujah. Hallelujah. This is what Jesus did on earth. ഇതാണ് യേശു കർത്താവ് ഭൂമിയിൽ ചെയ്ത കാര്യം എന്നുള്ളത്. So the Bible is asking us to do two things. ബൈബിൾ നമ്മോട് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനായി ആവശ്യപ്പെടുകയാണ്. Number 1, throw away everything that hinders. ഒന്നാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, നമുക്ക് തടസ്സമായി നിൽക്കുന്ന സകല കാര്യങ്ങളെയും നാം വലിച്ചെറിയണം. You know what is hindering your life. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. It could be bad habits. ഒരുപക്ഷേ ദുശീലങ്ങളായിരിക്കാം. It could be squandering money. ഒരുപക്ഷേ പണം ദുർവ്യയം ചെയ്യുന്നതായിരിക്കാം. Some character problems. ചിലപ്പോൾ ഒരുപക്ഷേ സ്വഭാവ ദൂഷ്യങ്ങളായിരിക്കാം. The Bible says, throw away everything that hinders your race. ഓർക്കുക, നിങ്ങളുടെ ഓട്ടത്തിന് ഇടയിൽ ഇത്തരം എല്ലാവിധമായ തെറ്റായ കാര്യങ്ങളെ എല്ലാം വലിച്ചെറിഞ്ഞ് കളയുവാനായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. Somebody say amen. എത്ര പേര് ആമേൻ ഉറക്കെ പറയും? Secondly, you have to throw away sins that so easily entangles. രണ്ടാമതായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, മുറുകെ പറ്റുന്ന പാപങ്ങളെയും നാം ഇതുപോലെ വലിച്ചെറിഞ്ഞു കളയണം. You know the sins you are in. നിങ്ങൾ ആയിരിക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. You know the sins that are trying to cling to you. നിങ്ങളിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. Hello? Some sins are so visible. ചില പാപങ്ങൾ വളരെ ദൃശ്യമാണ്. Some sins are in the spirit hidden. എന്നാൽ ചില പാപങ്ങൾ ആത്മാവിന്റെ കന്മഷം പോലെ അത് അദൃശ്യമായിട്ടുള്ളതാണ്. Some sins could be illegal, unwanted relationships. ചില പാപങ്ങൾ എന്നുള്ളത് തെറ്റായ ചില ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നതാണ്. Another sin may be alcoholism or smoking. ഒരുപക്ഷെ മറ്റു ചില പാപങ്ങൾ ദുശീലങ്ങളുടെ കണക്കിലെ മദ്യപാനമോ അതുപോലെ പുകവലി ശീലമൊക്കെ ആയിരിക്കാം. Whatever it is, എന്ത് തന്നെയാണെങ്കിലും in 2015, 2015 you are not allowed to run along with that. ഈ പാപങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് 2015 ഓടുവാൻ ദൈവം നിങ്ങളെ അനുവദിച്ചിട്ടില്ല. Have you ever seen any athlete, any sprinter or any person running in a competition carrying a big sack of rice? ഓർക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു ഓട്ട മത്സരത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരൻ ഒരു കുറെ അരിച്ചാക്കും ചുമന്നുകൊണ്ട് ഓടുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you ever seen ഏതെങ്കിലും ഓട്ട മത്സരത്തിൽ ഓട്ടക്കാരൻ ഓടുന്നുണ്ടോ? It is not possible. ഒരിക്കലും അത് സാധ്യമല്ലാത്ത കാര്യം. That's why the Bible says, അതാണ് ബൈബിൾ പറയുന്നത്, throw away all the burdens. എല്ലാ ഭാരങ്ങളെയും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഓടുക. Somebody shout hallelujah. മനസ്സിലായവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാല്. Bigger hallelujah to the ശബ്ദം Lord. ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. I will tell you another piece of history. അടുത്ത ഒരു ചരിത്രത്തിന്റെ ഒരു കഷ്ണം കൂടെ നിങ്ങൾക്ക് നൽകിയാണ്. Very, very important. വളരെ വളരെ പ്രധാനപ്പെട്ടത്. Once Alexander the Great was setting out to conquer Asia. ഏഷ്യയെ പിടിച്ചടക്കുവാൻ വേണ്ടി അലക്സാണ്ടർ എന്ന മഹാചക്രവർത്തി ഒരിക്കൽ തീരുമാനിച്ചു.
But before he started enquiring the financial status of the soldiers. എന്നാൽ അതിനു മുൻപായിട്ട്, അത് നടത്തുന്നതിന് മുൻപായിട്ട് തന്റെ കൂടെയുള്ള പടയാളികളുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് താൻ പരിശോധിച്ചു. Some of them were very financially poor. ചില ആളുകളൊക്കെ തന്റെ പടയാളികൾ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ്. Then he decided one thing. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. If they are coming with me to conquer Asia, ഇവരെല്ലാവരും ഈ പിന്നോക്കാവസ്ഥയിലുള്ളവർ എന്റെ കൂടെ വന്നിട്ട് these financial burdens will be heavy upon them and they would not fight properly. അവർ എന്റെ കൂടെ ഏഷ്യയെ പിടിച്ചടക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്നുള്ള സാമ്പത്തിക പരാധീനതകൾ അവരുടെ ഹൃദയത്തിലുള്ളതുകൊണ്ട് അവർക്കൊരിക്കലും ഒരു വിജയം കൊയ്യുവാനായിട്ട് സാധ്യമല്ല. So do you know what he did? എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് അറിയാമോ? He gave all his wealth, estates, riches to his soldiers. അദ്ദേഹം ചെയ്തത് തന്റെ എസ്റ്റേറ്റുകൾ, തന്റെ സ്വത്ത്, എല്ലാ കാര്യങ്ങളെയും ഈ പടയാളികൾക്കായി വീതിച്ചു കൊടുത്തു. All means all. എല്ലാം എന്ന് വെച്ചാൽ എല്ലാം. Nothing was left. ഒന്നും തന്നെ തന്റെ കയ്യിൽ പിന്നെ ബാക്കിയില്ല. Then his general came forward. ആ സമയത്ത് തന്റെ ജനറൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. He asked him, അദ്ദേഹം ഈ അലക്സാണ്ടറിനോട് ചോദിച്ചു, Sir, if you are giving out everything to the soldiers, what is left for you? അദ്ദേഹം ചോദിച്ചു, മഹാരാജാവേ, തനിക്കുള്ളതെല്ലാം തന്നെ താങ്കൾ ഇപ്പോൾ പടയാളികൾക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് ഇനി താങ്കൾക്ക് എന്താണ് ശേഷിക്കുന്നത്? You know what was his answer? എന്തായിരുന്നു അലക്സാണ്ടറിന്റെ ഉത്തരം എന്നറിയാമോ? Alexander the Great said, അലക്സാണ്ടർ എന്ന മഹാചക്രവർത്തി പറഞ്ഞു, I have only hope in my heart. എന്റെ ഹൃദയത്തിൽ എനിക്ക് പ്രത്യാശ മാത്രമേ ഉള്ളൂ. I don't want anything but I have hope to go forward. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല, എനിക്ക് മുന്നോട്ട് പോകുവാൻ പ്രത്യാശ മാത്രം മതി. Then the general said, ആ സമയത്ത് ജനറൽ പറഞ്ഞു, I don't want your wealth or riches. എനിക്ക് നിങ്ങളുടെ ധനവും വേണ്ട, പണവും വേണ്ട. I will share in your hope. എനിക്ക് നിന്റെ ആ പ്രത്യാശയുടെ ഒരു പങ്ക് കിട്ടിയാൽ മതി. Another commander came in. അപ്പൊ പെട്ടെന്ന് മറ്റൊരു കമാൻഡർ He വന്നു. said, I don't want your wealth. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വെൽത്ത്, പണവും സ്വത്തും ഒന്നും വേണ്ട. I also will share in your hope. എനിക്ക് നിങ്ങളുടെ ആ പറയുന്ന പ്രത്യാശയുടെ ഒരു പങ്ക് മാത്രം മതിയെന്നേ. Hello, did you listen to നിങ്ങൾ that? ഞാൻ ഈ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? Even if you lose everything in this world, but if you have hope in your heart, you can live this new year pretty well. ഈ ലോകത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സകല കാര്യങ്ങളും 2014 വെച്ച് നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഹൃദയത്തിനകത്തൊരു പ്രത്യാശയുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം 2015 ഓടുവാൻ സാധിക്കും. Shout amen. ചേർന്നൊരു ആമേൻ പറഞ്ഞാല്. How many of you have hope in your spirit? നിങ്ങളുടെ എത്ര പേരുടെ ആത്മാവിനകത്തൊരു പ്രത്യാശയുണ്ട്? അവരുടെ ഒരു ആമേൻ കേൾക്കട്ടെ. Remember, faith is the engine that takes us forward. ഓർക്കുക, നമ്മെ മുന്നോട്ട് കുതിപ്പിക്കുന്ന, നയിക്കുന്ന എഞ്ചിനാണ് സത്യത്തിൽ വിശ്വാസം എന്നുള്ളത്. But hope is the fuel that we have to pour into this engine. എന്നാൽ എഞ്ചിൻ ഓടുവാൻ വേണ്ടിയുള്ള ഇന്ധനമാണ് നമ്മുടെ അകത്തുള്ള പ്രത്യാശ എന്നുള്ളത്. Hello. Hello. And love is the lubricant that we have to put in the machine. എന്നാൽ മെഷീനിൽ കറകറപ്പില്ലാതെ അത് സുഗമമായി ഓടുവാനുള്ള ലൂബ്രിക്കന്റ് ആണ്, എണ്ണയാണ് സ്നേഹം എന്നുള്ളത്. Hallelujah. Hallelujah. So we need faith, hope and love to move forward. അതുകൊണ്ട് നമുക്ക് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും മുന്നോട്ട് കുതിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Our hope is coming from the promises of God. നമ്മുടെ പ്രത്യാശ വരുന്നത് ദൈവത്തിന്റെ വാഗ്ദാന വചനങ്ങളിൽ നിന്നാണ്. All the promises written in the word of God is for you and for me. എല്ലാ വാഗ്ദാനങ്ങളും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. And the Bible says all promises are yes and amen in Christ. എന്ന് മാത്രമല്ല ബൈബിൾ പറയുന്നു, ദൈവവചനത്തിൽ എല്ലാ വാഗ്ദാനങ്ങളും അതെ എന്നും ഉവ്വ് എന്നും തന്നെയായിരിക്കുന്നു. Look here please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. In Christ we have all hopes. ക്രിസ്തുവിൽ നമുക്കെല്ലാവർക്കും പ്രത്യാശയുണ്ട്. Hallelujah. ഹല്ലേലൂയ. The empty tomb of Christ is the hub of hope of the whole world. ഓർക്കുക, ലോകമെമ്പാടുമുള്ള ആളുകൾക്കുള്ള പ്രത്യാശയാണ് യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറ എന്നുള്ളത്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറയാണ് പ്രത്യാശയുടെ കേന്ദ്രം. 4 പേരോടൊന്ന് പറയാമോ? യേശുവിന്റെ
ഒഴിഞ്ഞ കല്ലറയാണ് പ്രത്യാശയുടെ കേന്ദ്രം. കൈകൾ ഉയർത്തി പറയാമോ? യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയാണ് പ്രത്യാശയുടെ കേന്ദ്രം. ഷൗട്ട് ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. If you are ready to throw away the ashes of the past year, കഴിഞ്ഞ വർഷത്തിലെ ചാരങ്ങളെ വലിച്ചെറിഞ്ഞ് കളയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, the Lord will do new things for you. ദൈവം നിങ്ങൾക്ക് ഈ പുതിയ വർഷത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Write down Isaiah 43. യെശയ്യാവ് 43 എഴുതിയെടുക്കുക. 18 and 19. അതിന്റെ 18-19 വചനങ്ങൾ. Forget the former things, do not dwell on the past. പൂർവ്വ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കരുത്, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയുമരുത്. ഒരിക്കൽ കൂടെ വായിച്ചേ. പൂർവ്വ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കരുത്. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയും അരുത്. 1972 ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇന്ന് വരെ തിരിച്ചു തന്നിട്ടില്ല. അവന് എന്തെങ്കിലും കിട്ടിയാൽ കത്തിക്ക് ഞാൻ കുത്തും എന്ന് പറഞ്ഞുകൊണ്ടല്ല നടക്കേണ്ടത്. forget it. അത് മറക്ക. അതിനേക്കാൾ 1000 ഇരട്ടി തരാൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പോരാ. Verse number 19 says, see, I am doing a new thing. 19ാമത്തെ വചനം പറയുന്നു, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. Now it springs up. Do you not perceive it? I am making a way in the wilderness and streams in the wasteland. ഇപ്പോൾ ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ അത് ഉത്ഭവിക്കും, നിങ്ങളത് അറിയുകയില്ലേ? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും മരുപ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഒന്നുമില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. പക്ഷെ കർത്താവ് പറയുന്നു, നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, മണല് മാത്രം. But right there I will do miracles for you. അവിടെ ആ മരുഭൂമിക്കകത്ത് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. Is your life like a desert land today? ഇന്ന് നിന്റെ ജീവിതം ഒരു മരുഭൂമി പോലെയാണോ? Is your finances like wilderness today? ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക മേഖല ഒരു മരുപ്രദേശം പോലെയാണോ? Is your spiritual life or ministry like a wilderness today? നിങ്ങളുടെ ആത്മീക ജീവിതം ഇന്നൊരു മരുഭൂമി പോലെ ആയിരിക്കുകയാണോ? Wilderness, I prophesy, will become blooming gardens. ഓർക്കുക, ഞാൻ പ്രവചിക്കുകയാണ്, മരുഭൂമി ഒരു മലർവാടി പോലെ ആയി തീരുകയാണ്. Hallelujah. Hallelujah. He is going to turn around all the wilderness this year. ഈ വർഷം നിങ്ങളുടെ മരുഭൂമികൾ മുഴുവൻ തകിടം മറിഞ്ഞ് മാറുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകുകയാണ്. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഈ സഹോദരൻ്റെ പേര് അനിരുദ്ധൻ, സഹോദരിയുടെ പേര് പൊടിയമ്മ. അവർക്ക് സഹോദരന് 42 വയസ്സുണ്ട്, സഹോദരി 42 വയസ്സുണ്ട്, സഹോദരിക്ക് 34 വയസ്സുണ്ട്. ഇവരുടെ വിവാഹം കഴിഞ്ഞത് 5 വർഷങ്ങൾക്ക് മുൻപാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് വിവാഹത്തിന് ശേഷം അവർ കുറേയധികം കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നോക്കി, പക്ഷേ കുട്ടികളുണ്ടായില്ല. അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് സഹോദരൻ്റെ കൗണ്ട് കുറവായതുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത്. ഇവർ ഏകദേശം കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം ഒരു 1.5-2 വർഷമായിട്ടുണ്ട്, അതിന് മുൻപ് ഈ സഹോദരൻ്റെ കൗണ്ട് കൂടാനുള്ളൊരു ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനുശേഷം ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടും ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു കുട്ടി ഉണ്ടായില്ല. എന്നാൽ 2013 ജനുവരി 4-ാം തീയതി, ജനുവരിയിൽ ആദ്യത്തെ വീക്കിൽ തന്നെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്ന ഇവിടെയാണ്. ഈ സഹോദരനും വൈഫും ഈ ഹോളിലായിരുന്നു. ഈ ഹോളിൽ ഇവർ 2 പേരും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് സഹോദരി പറയുന്ന, ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ വയറ്റിൽ എന്തോ പോലെ സഹോദരിക്ക് തോന്നി, ഒരു ബോള് വീർത്ത് വരുന്നത് പോലെ, ബോൾ ഇരിക്കുന്നത് പോലെ തനിക്ക് അവിടെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രാർത്ഥിച്ച സമയത്ത് ജനുവരി മാസം 4-ാം തീയതിയാണ് അത് സംഭവിക്കുന്നത്.
ഈ പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് അവിടെ ജനക്കൂട്ടത്തിന് നടുവ് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ച കാര്യമാണോ? എപ്പോൾ പ്രാർത്ഥിച്ചതാണ്? ഇവിടെ ജനുവരി 4-ാം തീയതി ഈ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോഴാണോ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ക്യൂവിൽ പ്രാർത്ഥിച്ചത്? ഇവിടെ ഇരിക്കുമ്പോൾ ഇതേ ഹോളിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഉള്ളിൽ ഒരു ബോൾ പോലെ, വയറിനകത്തൊരു ബോൾ പോലെ തോന്നി. അങ്ങനെ ബോൾ പോലെ തോന്നിയെന്നാ പറയുന്നത്. ഇവർ ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർ ആ വലിയ സന്തോഷ വാർത്ത അറിഞ്ഞത്. ആ സഹോദരി പ്രഗ്നൻ്റ് ആണ്. ഇന്ന് അവർക്ക് ചില മാസങ്ങൾ പ്രായമുള്ളൊരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. അവർക്ക് പ്രായം ഒത്തിരി ഉണ്ട്, 42-34 വയസ്സുണ്ട്. എന്നാൽ അത് മാത്രമല്ല, കൗണ്ട് കുറവായിരുന്നു. ഓപ്പറേഷന് ശേഷവും 6 മാസം കുട്ടികളുണ്ടായില്ല. പക്ഷെ പ്രാർത്ഥിച്ച് ആ ദിവസം തന്നെ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്കാനിങ്ങിൽ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായി. ഇന്ന് സുന്ദരിയായൊരു കുഞ്ഞ് അവരുടെ കയ്യിലുണ്ട്. കർത്താവ് കൊടുത്ത ദാനമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. യേശുവിൻ്റെ അമ്മ മറിയുടെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹോദരിയുടെ അകത്ത് പ്രാർത്ഥനയുടെ മധ്യത്തിൽ പ്രവർത്തിച്ചു. കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയാം. കൈകൾ രണ്ടും ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് ചെയ്ത അത്ഭുതത്തിനായി ഞങ്ങളെല്ലാവരും കൈകളെ ഉയർത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഇനിയും കർത്താവേ, ഒത്തിരി പേർ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാതെ ദത്തെടുക്കണമോ, ഒരു അഡോപ്ഷനിലൂടെ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തണമോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ സാക്ഷ്യം കാണുന്നുണ്ട്. കർത്താവ് പറയുന്നു, ദത്തെടുക്കുവാൻ വേണ്ടി, ഒരു കുഞ്ഞിനെ എടുക്കുവാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ വരെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സാക്ഷ്യത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിൻ്റെ കുഞ്ഞ് വരുന്നുണ്ട്. ദൈവത്തിൽ നിന്നും നിനക്കുള്ള ശിശു വരുന്നുണ്ട്. താങ്ക് യു ലോർഡ്. ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് മുഖപക്ഷമില്ലാത്ത ദൈവമായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകും. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, രോഗികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ആദ്യമേ തന്നെ ഞാൻ കാണുന്നത് കഴുത്തിന് പ്രയാസമുള്ള, കഴുത്ത് തിരിക്കുവാൻ വേദന, കുനിയുവാൻ ബുദ്ധിമുട്ട്, അതുപോലെ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കഴുത്തിന് താഴേക്കുള്ള ഭാഗത്തും ഇടയ്ക്ക് ഡിസ്കുകൾ ജാമായിരിക്കുന്നു, അതിനിടയിൽ ഞരമ്പുകളൊക്കെ ജാമായി ഭയങ്കരമായ വേദന അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് കാലിലേക്കൊക്കെ വേദന ഇറങ്ങിയിരിക്കുന്ന വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം ആകട്ടെ. അതുപോലെ ഷുഗർ വളരെയധികം കൂടുതലായവർ, പ്രഷർ വളരെ കൂടുകയോ കുറയുകയോ ചെയ്തവർ, ഇങ്ങനെ വേരിയേഷനുള്ള വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശ്വാസകോശങ്ങളിലുള്ള രോഗങ്ങൾ ഈ സമയം തന്നെ പൂർണ്ണമായും സൗഖ്യമാകാൻ തുടങ്ങട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കുടലിനകത്തുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ അൾസറോ ആസിഡിറ്റിയോ മറ്റേതെങ്കിലും രോഗമാകാം, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ളവർ കൈകൾ കണ്ണിൽ എടുത്ത് ഈ സമയത്ത് വയ്ക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണുകളിലേക്ക് ദൈവശക്തി ഇറങ്ങി ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കാൻ തുടങ്ങട്ടെ ഇൻ ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ. അതുപോലെ മൂക്കിൻ്റെ അകത്ത് മാംസ വളർച്ച നിമിത്തം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ പൂർണ്ണമായും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. കാൽ മുട്ടുകളിൽ പ്രയാസമുള്ളവർ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതം അവർ കാണട്ടെ. താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രയാസമോ
പ്രശ്നങ്ങളോ എന്താണെങ്കിലും അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും TV സ്ക്രീനിലേക്ക് കൈനീട്ടി ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയൊരു വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി. നിങ്ങളുടെ കൈകളിലേക്ക് ഓരോരുത്തരെയും സമർപ്പിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നാൽ ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ അതിനെക്കുറിച്ച് പറയുക. ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങൾ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. ആശിഷമാരി, സെർമൺ നോട്ട് കീപ്പർ, ആരാധനാ ഗീതങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിന്നേഴ്സ് ഫാക്ടറി, അതും ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. ഇതുപോലുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ അനുഗമിച്ച ആത്മീയ പാറ ആരായിരുന്നു? വിച്ച് ഇസ് ദ സ്പിരിച്വൽ റോക്ക് ദാറ്റ് ഫോളോഡ് ഇസ്രായേൽ ഇൻ ദ വിൽഡർനെസ്? ഓപ്ഷൻസ്: എ ക്രിസ്തു, ബി മോശെ, സി ആരോൺ, ഡി യോശുവ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ബുക്സ് ആണ്.